വനം വകുപ്പിലെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്നെ അഴിമതിക്കാരനാക്കിയെന്ന് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസറുടെ വെളിപ്പെടുത്തൽ. പാലോട് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാറാണ് മന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്നത്. പാലോട് റേഞ്ചിൽ നടന്ന ആനക്കിടങ്ങ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനാണ് തനിക്കെതിരായ 2 വർഷം മുമ്പുള്ള പരാതിയിൽ നടപടിയെടുത്തതെന്ന് സുധീഷ് പറയുന്നു. ജനം എക്സ്ക്ലൂസീവ്. വനം വകുപ്പിലെ നിരവധി അഴിമതികളുടെ തെളിവുകളും വിവരങ്ങളും തന്റെ പക്കലുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രിക്കടക്കം അറിയാവുന്ന സാഹചര്യത്തിലാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ പറഞ്ഞു. അഴിമതികളെല്ലാം മന്ത്രിയും മന്ത്രിയുടെ PS മധുവും ചേർന്നുള്ള അഴിമതികളാണ് നടക്കുന്നത്. മന്ത്രിയുടെ PS മധുസൂദനനും ഈ CCF ലെവലിലും ഒരിതുണ്ട്. 9 വർഷം കൊണ്ട് അവരെ 2 CCFമാർ മാത്രം മാറി അവിടെ ഭരിക്കുകയും അവരെ മാറ്റണം എന്നുള്ളൊരു ശുപാർശ വരുമ്പോൾ ഇല്ലാത്ത കെട്ടിച്ചമച്ചുള്ള കഥ ഉണ്ടാക്കുകയും ഇതുപോലെ ഉപദ്രവിക്കുകയും അത് ഒരു സ്ഥിരം ഇതായിട്ട് മാറിയിരിക്കുകയാണ്. മന്ത്രി ഓഫീസിലെ അതിനുള്ള അഴിമതികൾ, മന്ത്രി ഓഫീസും പ്രമോദ് കൃഷ്ണൻ്റെയും അഴിമതികളെക്കുറിച്ചുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുത്ത വർക്കിംഗ് ഡേ ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കേരളത്തിന്റെ വനാതിർത്തികളിൽ ആനക്കിടങ്ങ് നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും പാലോട് റേഞ്ചിലെ ആനക്കിടങ്ങ് നിർമ്മാണത്തിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം ബില്ലിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും സുധീഷ് വ്യക്തമാക്കി. ആനക്കിടങ്ങ് നിർമ്മാണത്തിന് സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം നിമിത്തം അദ്ദേഹം ഒരു സിൽക്ക് എന്നുള്ള ആ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അതിൻ്റെ 30% CCFന് കൊടുക്കണം എന്നുള്ള നിർബന്ധത്തോടു കൂടി അവരെ കൊണ്ട് ചെയ്യിക്കുകയും ആ 30% കുറച്ച് മാത്രമേ പണി ചെയ്യൂ എന്ന് എന്നോട് ആ കമ്പനി എന്നോട് പറഞ്ഞു. മിനിസ്റ്റർ ഓഫീസിലെ കുറേ ബന്ധങ്ങളും എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അദ്ദേഹം എന്നെ മനഃപൂർവ്വം 1 മാസം മാത്രം വിരമിക്കാൻ 1 മാസം മാത്രം സമയമുള്ളപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യുകയും എന്നെ ജയിലിൽ ഇടുകയും അദ്ദേഹവും മിനിസ്റ്റർ ഓഫീസിലെയും മുഖ്യമന്ത്രി ഓഫീസിലെയും ചില ബന്ധങ്ങൾ കാരണം എന്നെ ജയിലിടുകയും ചെയ്തു. ഇനിയും എനിക്ക് വധഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രമോദ് കൃഷ്ണൻ എന്ന് പറഞ്ഞ IFS ഉദ്യോഗസ്ഥൻ ഇത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് സുധീഷിന്റെ ആരോപണം. ജനം, തിരുവനന്തപുരം.